ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗ്. അപ്പോൾ ഇന്ന് ആഫ്റ്റർനൂണായി കണ്ടില്ലേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ റാപ്പപ്പ് ചെയ്തു. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു, കാരണം ഇന്ന് നമുക്കൊരു സപ്ലയറിന് നമുക്കൊരു ഇൻവോയ്സ് കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പോവാം. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ ഞാനും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അജ്മാനിൽ പോവാണ്. അജ്മാനിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം എങ്ങനെയാണ്, ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ടർഫ് ഏരിയ ആണ് ഇവിടെ ഗൈസ്. ഇവിടെ കാരണം ഇവിടെ ഡെസേർട്ട് ഏരിയ ആയത് കാരണം ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആഫ്റ്റർനൂൺ ലുക്ക്. നിങ്ങൾ സാധാരണ എന്നെ കാണുന്നത് രാവിലെയൊക്കെ ആയിരിക്കും അല്ലേ, രാവിലത്തെ ഉച്ചത്തെ ആ നേര സമയത്ത്. ഇതാണ് ഒരു ആഫ്റ്റർനൂൺ ലുക്ക്. സൂര്യൻ അവിടെ ഉണ്ട്, പിന്നെ ചന്ദ്രൻ സാധാരണ ഇവിടെ ഉദിച്ച് വരാനുണ്ട്. ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഉദിച്ച് വരും. ആ സമയത്ത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ദ്വാര വഴി. നമുക്കിവിടെ പോയിട്ട് വണ്ടിക്ക് പോകാം. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അജ്മാനിലോട്ട് പോകാം. ഈ ബാക്കി വിഷയങ്ങൾ റോഡ് കാഴ്ച ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ കണ്ട കാഴ്ചയാണ്. അവിടെ ഏതോ ഒരു ബിൽഡിംഗ് ചിലപ്പോൾ കത്തുന്നുണ്ട്. അതിൻ്റെയാണ് ഈ ബ്ലാക്ക് സ്മോക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന വേണ്ടാതെ മിക്കവാറും ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഗൈസ് മെയിൻ റോഡ്, സാധാരണ ടൈം ലാപ്സ് കിട്ടുന്ന റോഡ്. ഹായ് ഗൈസ്, നല്ല സൂര്യനല്ലേ. ഓക്കെ, ഇനി നമ്മൾ എമിറേറ്റ്സ് റോഡിൽ കയറിയിട്ട് ബാക്കി വരാം. ഈ കാണുന്ന സ്റ്റോർ കാണുന്നുണ്ടോ? ഇവിടെ ഏത് ഐറ്റം എടുത്താലും 1 ദിറം തൊട്ടാകെ 20 ദിറംസ് വരെ ഉള്ളൂ. അതിന് മേളിലൊന്നുമില്ല ഇതിന് ബിൽഡിങ്ങിനുള്ളിൽ. ഇതൊക്കെ അപ്കമ്മിങ് പ്രൊജക്ട്സ് ആണ്. ഇതൊക്കെ ഒരു അപ്കമ്മിങ് പ്രൊജക്റ്റാണ്. ഇവിടെ ഓൾറെഡി വന്നു ഗൈസ്, നാഷണൽ ബിൽഡിംഗ് ഒക്കെ തുടങ്ങി. ഇതൊരു പുതിയ ഉണ്ടാക്കിയ റീസെൻ്റ് ഉണ്ടാക്കിയ കോംപ്ലക്സ് ആണ് ഗൈസ്. ഇത് റൗണ്ട് അബൌട്ട്. ഓക്കെ, ഈ റൗണ്ട് അബൌട്ടിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. പിന്നെ ഈ പില്ലർ കാണുന്നത് ആക്ച്വലി വലിയ വണ്ടികൾക്കൊന്നും പോകാനായിട്ടായിരിക്കും ആണ് ഒരു ബാരിയർ പോലെ വെക്കുന്നത് ഗൈസ്. ഈ റോഡ് കാണുന്നത് ഈ പോകുന്നത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യും. ആ റോഡിൽ 611 എന്ന് പറയുന്നത് ട്രക്കേഴ്സ് റോഡ്, അതായത് എമിറേറ്റ്സ് റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ പോലെ സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇവിടുത്തെ ഗൈസ് സ്പീഡ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. മിനിമം സ്പീഡ് 80+ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫൈൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ ഒരു ടൈം ലാപ്സ് പോലെ കാണും. കാണുന്ന വഴിയില്ലേ, അതായത് ഇപ്പം മറഞ്ഞുപോയി, ബട്ട് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു റേസ് ട്രാക്കാണ്. ഇവിടെ ആക്ച്വലി ഒട്ടകത്തിൻ്റെ റേസാണ് നടക്കാറ്. ഇതിന് ത്രൂ അതാണ് ഫെൻസിങ് തന്നെ കെട്ടി വെച്ചിരിക്കുന്നത്. ആ ഒരു വഴിയാണ് കണ്ടില്ല, അവിടം വരെ ഇതിങ്ങനെ പോകും. ഇത് ബേസിക്കലി ഒട്ടകം അതിൻ്റെയൊക്കെ റേസിംഗ് ഒക്കെ നടക്കുന്ന ഏരിയ ആണിത്. പിന്നെ ആ ഭാഗം മൊത്തം ഡെസേർട്ടഡാണ് കണ്ടില്ലേ. ഇതിന് നടുക്കൂടിയാണ് നമ്മൾ വിനോദയാത്രയൊക്കെ പോവാറ്. ഗൈസ്, അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ വലിയ ബിൽഡിങ് കണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വലിയ ബിൽഡിങ്സ് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് കണ്ടു. അതൊക്കെയാണ് ഗൈസ്. ഇതൊരു അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, വലിയ വലിയ ക്രെയിൻസ് ഒക്കെയാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. ആക്ച്വലി നമ്മുടെ ജനറേറ്റേഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബില്ലിൻ്റെ പിന്നാലെ. അങ്ങനെ നമ്മൾ ഒരു പ്ലാന്റേഷൻ ഏരിയ കൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. ഇത് ആക്ച്വലി എൻ്റെ നാടിൻ്റെ ഓർമ്മയാണ് കൊണ്ടുവരുന്നത് ഗൈസ്. ഇതിൻ്റെ നൈറ്റ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് 16 Pro Maxൻ്റെ. ഇത് ലൈറ്റ്സ് ഒക്കെയാണ്. ഓക്കെ ഗൈസ്, ബാക്കി അവിടെ ചെന്നിട്ട് ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഗൈസ് നോക്ക്, ദുബായിലോട്ട് പോകാനുള്ള ട്രാഫിക്കാണ് ഈ കാണുന്നത് മൊത്തം. പക്ഷെ നമ്മൾ ദുബായി പോകുന്നില്ലാത്തത് കാരണം നമ്മൾ സൈഡ് റോഡ് പിടിച്ചിട്ട് ഇതിൻ്റെ കൂടെയാണ് ഉള്ളിൽ എക്സിറ്റ് ചെയ്യുന്നത്. കാരണം ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ദൂരെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നേരെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാക്കി അവിടെ കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം, സ്പോർട്സ് ക്ലബ്. ഇതാണ് സൺ ഡിസ്ട്രിക്ട് സ്പോർട്സ് ക്ലബ്. ഇതാണ് വലിയൊരു സ്റ്റേഡിയം ഗായ്സ്. ഇതോ കാണുന്നുണ്ടല്ലോ, അത് ആക്ച്വലി ഒരു ഫുട്ബോൾ ടർഫാണ്. പിന്നെ ഇത് ഈ കാണുന്ന അവരുടെ ഓഫീസ് ഏരിയാസാണ് ഗായ്സ്. ഈ ഇതിനുള്ളിൽ നമ്മൾ നേരെ പോകുമ്പോഴാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലത്തെ ഭാഗം.
പക്ഷേ ഇതാണ് എൻട്രൻസ് ഏരിയ. ഇവിടെയാണ് എൻട്രൻസ് ഇരിക്കുന്നത്. ഇതൊരു പവലിയനാണ്, നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കാണാൻ പറ്റും മേളിലൊക്കെ. അപ്പം നമുക്ക് ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോവാം. പക്ഷേ ഇത് മറ്റേ ഇപ്പുറത്തെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതും ഇവരുടെ തന്നെയാണ്. അത് അപ്പുറത്തും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലത്തെയാണ്. നമുക്കിവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് പോകാൻ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പവിലിയൻ, നമ്മളിരിക്കുന്ന ഏരിയ ആണിത്. പിന്നെ ഗൈസ് ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം, നമ്മളെ ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയംസിൽ ഒന്നാണ്. നിങ്ങളെ ഗ്രീനിൽ ശ്രദ്ധിച്ചു ഗൈസ്, ഇതൊക്കെ ആർട്ടിഫിഷ്യലി ഇതിനെ സറൗണ്ടിങ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതൊരു ഗ്രീൻ ടർഫാണ്. ഇത് സ്പെഷ്യലി ഇവിടുത്തെ മണ്ണ് ഇളക്കിയിട്ട് അതിനെ ഉണ്ടാക്കിയതാണ് ഈ ഗ്രീൻ ഏരിയാസൊക്കെ. പിന്നെ ഈ കാണുന്ന ഹട്ട്സ് കണ്ടോ ഗൈസ്, ഇതൊക്കെ ഓരോ റെസ്റ്റ് റൂംസ് ആണ് കണ്ടോ. അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഒരു ക്യാൻറ്റീനാണ് ഇവർക്ക് കഴിക്കാനായിട്ട്. ഗൈസ് ഈ ഏരിയ ആക്ച്വലി ഇത്രയും വലിയ കറണ്ട് സപ്ലൈ ചെയ്യത്തില്ല, കാരണം ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞ റൂറൽ ഏരിയയാണ്, അങ്ങനെ തുടങ്ങിയിട്ടില്ല, സിറ്റിയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അത് കാരണം ഇതിന് ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ജനറേറ്റർ ഇരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതാണ്ടില്ലേ നമ്മുടെ വൺ ഓഫ് ജനറേറ്റേഴ്സ് ആയിരിക്കുന്നത് രണ്ടെണ്ണം. ഇത് ആക്ച്വലി ഇത് പവർ കൊടുക്കും, ഈ ലൈറ്റ്സൊക്കെ പവർ ചെയ്യാൻ. ഇതിനുള്ളിൽ എയർ കണ്ടീഷനൊക്കെ വെച്ച് കണ്ടില്ലേ, എയർ കണ്ടീഷനിങ് ഉണ്ട്. പിന്നെ ഇതുണ്ട് ഗൈസ്, അവിടെ വലിയൊരു LCD TV ഉണ്ട്. അപ്പോൾ അതിനും ഇതിനൊക്കെ പവർ കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇതാണൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ഒരു ഇവിടുത്തെ എന്താ പറയുക ഒരു ബാക്ക് ഏരിയയിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം. പക്ഷേ ഗൈസ് ഇവിടെ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട് കേട്ടോ, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ലൈക്ക് ഇവിടെ ക്യാൻറ്റീൻസ് ഉണ്ട്, യു നെയിം ഇറ്റ്. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ട്. ആക്ച്വലി അവിടെ ഒരു ജനറേറ്റർ റിപ്പയറിലാണ്, അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ലൈറ്റ് ഇല്ലാത്തത്. പക്ഷേ വേറൊരു സെക്ഷൻ ആണല്ലേ, ഇങ്ങനെ ആയിരിക്കും. ഒരു നോർമൽ ജനറേറ്റർ റണ്ണിങ് അപ്പ് ആണെങ്കിൽ ലൈറ്റ് കത്തുന്നതൊക്കെ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഇതാണ് ഗൈസ് ഹോൾ ഗാലറി. അപ്പോൾ ഇവിടെ നേരെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഒരു സ്റ്റേജ് പോലെ പണിയിട്ടുണ്ട് അവിടെ. ഇത് ബേസിക്കലി ഈ റണ്ണേഴ്സ് അപ്പം അങ്ങനെയൊക്കെ പോഡിയമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസാണ്. ഗൈസ് ഇപ്പോൾ ഒരു കളി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്കോർ ബോർഡൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ ഗ്രൗണ്ടൊക്കെ എപ്പോഴും ഗ്രീൻ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം വേണം. അപ്പോൾ അതിന് പറ്റിയ ഏരിയാസാണ് ഇതായിരിക്കുന്നത്. ടാങ്ക്സ്, ഇത്രയും വെള്ള ടാങ്ക്സ് ഉണ്ട് ഗൈസ്. അതാണ് ഇതിനെ ഇത്രയും ഗ്രീനറി ആയിട്ട് വയ്ക്കുന്നത്. ഗൈസ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഞാനിവിടെ എൻഡ് ചെയ്യാണ്, വേറെ ഒന്നും ഇത്രയും വലുതായിട്ട് ഇവിടെ ഇല്ല. ആസ് എ സൈഡ് ഇതാണ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ഒരു റൂറൽ ഏരിയയിൽ കാണുന്നത്. ഇതൊരു അത്യാവശ്യം വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഗൈസ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ലെറ്റ്സ് ഹോപ്പ് നമുക്കിവിടെ കളിക്കാൻ വരാം. ആൻഡ് അൺടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.